അസ്സലാമു അലൈക്കും, വെൽക്കം ടു ജസ കിച്ചൺ. ഇന്ന് അടിപൊളി സോഫ്റ്റുള്ള നല്ല സീബ്ര കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് 3 സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ പകുതി ബേക്കിംഗ് സോഡ എടുത്ത് നന്നായി അരിച്ച് മാറ്റിയതാണിത്. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട ഉടച്ച് പാരാം. പിന്നെ അതിലേക്ക് 1 സ്പൂണ് വാനില എസൻസ് ചേർക്കാം. പിന്നെ 3 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കാം. ഇത് ബീറ്റ് ചെയ്യാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇടാം. ഇട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതേ പോലെയാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് അരിച്ച് വെച്ച മൈദ മിക്സ് ഇതിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് 2 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. 2 സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ട് നമുക്ക് നന്നായി അരിച്ചെടുക്കാം. നമ്മളെ പകുതി ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ 1 സ്പൂണ് പാലും കൂടി ഒഴിക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതാണിത്. നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രമാണ്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ബാറ്ററായിട്ട് ഇത് ഒഴിക്കാം. സെക്കൻഡ് ബാറ്ററായിട്ട് കൊക്കോ പൗഡർ മിക്സ് ചെയ്ത ബാറ്റർ ഒഴിക്കുക. അങ്ങനെ 2 ലെയറായിട്ട് നമ്മുടെ ഈ ബാറ്റർ തീരുന്നവരെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഒരു ടൂപ്പിക്ക് എടുത്തിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്യുക. ഇങ്ങനെ ടാപ്പ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റും പിന്നെ ഏറ്റവും ലാസ്റ്റ് ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റും കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂട് തണിഞ്ഞാൽ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ മാറ്റാം. കൊക്കോ പൗഡറിൻ്റെ കളറാണത്. അടിപൊളി കേക്കാണ്. നല്ല സോഫ്റ്റും നല്ല ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റുള്ള കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.